നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അൽ സദ്ദിന് രണ്ടാം ജയം. ഗിന്നസ് നേട്ടം. ഷയാൻ ബിൻ ഷഫീറിന് KMCCയുടെ സ്നേഹാദരം. ട്രക്കിൽ ഒമാനിലേക്ക് കടക്കാൻ ശ്രമം, വിദേശികൾ അറസ്റ്റിൽ. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ലഗേജ് അലവൻസ് വെട്ടിച്ചുരുക്കിയത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ. സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലും മഴയ്ക്കും സാധ്യത, ജാഗ്രതാ നിർദ്ദേശം. ക്ലാസുകളും യോഗയുമായി വേനൽപ്പറവകൾ ക്യാമ്പിന് സമാപനം. തിരക്കേറി ദുബായ് മെട്രോ, ഇന്നും നാളെയും സമയം കൂട്ടി. അൽ സദ്ദിന് രണ്ടാം ജയം. ആദ്യ മത്സരത്തിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും ഉജ്ജ്വലമായി തിരികെയെത്തി അൽ സദ്. തുടർച്ചയായി രണ്ടാം മത്സരത്തിലും 5 ഗോളിന്റെ ജയം സ്വന്തമാക്കിയ അൽ സദ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തിരികെയെത്തി. സ്പാനിഷ് താരം റഫ മുയ്യയുടെ ഹാട്രിക് ഗോൾ മികവിൽ 5-0 അൽ അറബിയെയാണ് തോൽപ്പിച്ചത്. ജിയോവനി, അക്രം അരീഫ് എന്നിവർ ഓരോ ഗോളും നേടി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ഗിന്നസ് നേട്ടം. ഷയാൻ ബിൻ ഷഫീറിന് KMCCയുടെ സ്നേഹാദരം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഷയാൻ ബിൻ ഷഫീറിനെ മലപ്പുറം മണ്ഡലം ഗ്ലോബൽ KMCCയുടെ സ്നേഹാദരം. ഷാർജ ഷബിറ്റൽ ഇന്റർനാഷണൽ സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷയാൻ 2 വേൾഡ് റെക്കോർഡുകളാണ് കരസ്ഥമാക്കിയത്. ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചതാണ് ഒന്നാമത്. ഷയാൻ ബിൻ ഷഫീറിനെ ഗ്ലോബൽ KMCCയുടെ ഉപഹാരം P ഉബൈദുള്ള MLA സമ്മാനിച്ചു. ഗ്ലോബൽ KMCC ജനറൽ സെക്രട്ടറി UP അഫ്സൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് അംഗങ്ങൾ, KMCC ഭാരവാഹികൾ, മലപ്പുറം CH സെന്റർ ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് സഫീർ മംഗലത്തൊടി, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. ട്രക്കിൽ ഒമാനിലേക്ക് കടക്കാൻ ശ്രമം, വിദേശികൾ അറസ്റ്റിൽ. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇബ്രാഹിം യൂണിറ്റ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച വിദേശികൾ അറസ്റ്റിലായി. ട്രക്കിൽ ഒളിച്ചു കടക്കുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത്. 35 പേർ അറസ്റ്റിലായതും ഇവർ ആഫ്രിക്കൻ രാജ്യക്കാരാണെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ലഗേജ് അലവൻസ് വെട്ടിച്ചുരുക്കിയത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ലഗേജ് അലവൻസ് വെട്ടിച്ചുരുക്കിയത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP കേന്ദ്രമന്ത്രി റാം മോഹൻ നായിഡുവിന് നിവേദനം നൽകി. പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന സർവീസിലാണ് ലഗേജ് പരിധി കുറച്ചത്. ലാഭം ലക്ഷ്യമിട്ട് കമ്പനി നടപ്പാക്കിയ തീരുമാനം അപലപനീയമാണെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ന്യൂഡൽഹി. സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലും മഴയ്ക്കും സാധ്യത, ജാഗ്രതാ നിർദ്ദേശം. സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അടുത്ത ചൊവ്വാഴ്ച വരെ ഇടിമിന്നലും മഴയും തുടരാൻ സാധ്യതയുള്ളതിനാൽ ആളുകളോട് ജാഗ്രത പാലിക്കാനും സുരക്ഷിതരായിരിക്കാനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. മദീന, അൽബാഹ, അസീർ, ജിസാൻ, നെജ്റാൻ എന്നീ പ്രദേശങ്ങളിൽ സാമാന്യം ശക്തമായ മഴയും ആലിപ്പഴ വീഴ്ചയും. അൽകാസിം, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയും പ്രവചിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക. ക്ലാസുകളും യോഗയുമായി വേനൽപ്പറവകൾ ക്യാമ്പിന് സമാപനം. മലയാളി സമ്മാനം സംഘടിപ്പിച്ച അനുരാഗ് മെമ്മോറിയൽ സമ്മർ ക്യാമ്പ് സമാപിച്ചു. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് മുൻതൂക്കം നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് അംഗങ്ങൾക്കായി നടത്തിയ ഗ്രൂപ്പ് മത്സരത്തിൽ മഹാത്മാഗാന്ധി ഗ്രൂപ്പ് അനുരാഗ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി നേടി. അഹല്യ ഗ്രൂപ്പ് സീനിയർ ഓപ്പറേഷൻ മാനേജർ സൂരജ് പ്രഭാകർ ട്രോഫി സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. തിരക്കേറി ദുബായ് മെട്രോ, ഇന്നും നാളെയും സമയം കൂട്ടി. വേനൽ അവധിക്കു ശേഷം തിരിച്ചെത്തുന്നവരുടെ തിരക്ക് പരിഗണിച്ച് ദുബായ് മെട്രോ ഇന്നും നാളെയും സമയം ദീർഘിപ്പിച്ചു. ഇന്നു രാവിലെ 5 മുതൽ പുലർച്ചെ 2 വരെയും നാളെ രാവിലെ 8 മുതൽ പുലർച്ചെ 2 വരെയും മെട്രോ സർവീസ് ഉണ്ടായിരിക്കും. 2 ലക്ഷത്തിലധികം യാത്രക്കാരാണ് ഈ ദിവസങ്ങളിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴി കടന്നു പോകുന്നത്. സെപ്റ്റംബർ 1-നാണ് കൂടുതൽ ആളുകൾ എത്തുക. 2.91 ലക്ഷം പേർ 1 വിമാനത്താവളം വഴി കടന്നു പോകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.